സവാൽ ജവാബ് ദ ഹോളി മെഗാ ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. വീറും വാശിയുമേറിയ പോരാട്ടങ്ങളുമായി സവാൽ ജവാബ് ദ ഹോളി മെഗാ ക്വിസ് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. സഫ സ്റ്റാൻഡിലെ ടീം: മുഹമ്മദ് നിഷാൻ, ദാറുൽ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് വാഫി തൂത. മുഹമ്മദ് മുഹസിൻ. മർവ സ്റ്റാൻഡിലെ ടീം: മുഹമ്മദ് ഷാഹിദ്, PMSA കാട്ടിലങ്ങാടി. അടുത്താണ് മുഹമ്മദ് ഷാഫി. അറഫ സ്റ്റാൻഡിലെ ടീം: അബ്ദുൽ കബീർ സി, ഇഫ്താദ മദ്രസ ചുങ്കത്തറ. നെക്സ്റ്റ് ഷാഹിദ് ഖാനേക്ക്. മിന സ്റ്റാൻഡിലെ ടീം: മുഹമ്മദ് അലി കെ, മജ്മ ശരിയത്ത് ആർട്സ് കോളേജ് കാവനൂർ. സഹദ് അലി. ആദ്യ റൗണ്ട് മുസാബക്ക. മുസാബക്കയിൽ ഓരോ ടീമിനോടും 2 ചോദ്യങ്ങളാണ് ചോദിക്കുക. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ 10 മാർക്ക് ലഭിക്കും. ഉത്തരം പറയാതിരിക്കുകയോ തെറ്റിപ്പോവുകയോ ചെയ്താൽ ആ ചോദ്യം അടുത്ത ടീമിലേക്ക് കൈമാറും. അങ്ങനെ കൈമാറുന്ന ചോദ്യത്തിന് 5 മാർക്ക് ബോണസായി ലഭിക്കും. സവാൽ ജവാബ് ദ ഹോളി മെഗാ ക്വിസിന്റെ ആദ്യ റൗണ്ട് മുസാബക്കയുടെ ആരംഭിക്കുന്നു. ആദ്യ ചോദ്യം സഫ സ്റ്റാൻഡിൽ നിൽക്കുന്ന ടീമിനോടാണ്. ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറാണ്? യെസ്. ഓക്കെ. ഈ മത്സരത്തിൻ്റെ സമ്മാനത്തെക്കുറിച്ചറിയാമോ? യെസ്. എന്താണ് സമ്മാനം? 1 lakh. 1 ലക്ഷം രൂപ സമ്മാനം നേടിയെടുക്കാമെന്ന വിശ്വാസത്തിലാണ് സഫ സ്റ്റാൻഡിൽ നിൽക്കുന്ന ടീമുള്ളത്. അപ്പോൾ ആദ്യ ചോദ്യം: ഖുർആനിൽ അള്ളാഹു എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഖുർആനിൽ അള്ളാഹു എന്ന പദം എത്ര പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. 1999, 1334, 2697, 2929. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻസ് ഒരിക്കൽ കൂടി: 1999, 1334, 2697, 2929. 1334. ഉറപ്പാണ്? ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്താൽ പിന്നെ മാറ്റാൻ പാടില്ല. ഓക്കെ, ലോക്ക്. 1334 ലോക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം 1334. ടീം സഫയുടെ ഉത്തരം തെറ്റാണ്. ചോദ്യം നമുക്ക് ടീം മർവയിലേക്ക് കൈമാറാം. ടീം മർവ, ചോദ്യം ശ്രദ്ധിച്ചിരുന്നോ? ഓപ്ഷൻസിൻ്റെ ആവശ്യമുണ്ടോ? ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? യെസ്. ഒരിക്കൽ കൂടി ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. 1999, 1334, 2697, 2929. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ചോദ്യം: അള്ളാഹു എന്ന് ഖുർആനിൽ എത്ര പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുണ്ട്? ഏതാണ് ശരിയായ ഉത്തരം? 2697. 2697 ആണ് ടീം മർവ പറഞ്ഞിരിക്കുന്നത്. ലോക്ക് ചെയ്യാം. യെസ്. ഓക്കെ, ഉത്തരം നോക്കാം. ഉത്തരം ശരിയാണ്. 2697 ആണ് ശരിയായ ഉത്തരം. ടീം മർവക്ക് ബോണസായി 5 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യവും ടീം മർവയോട് തന്നെയാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയാൽ 10 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ ചോദ്യം ചോദിക്കാം. യെസ്. നമുക്കറിയാം നമ്മുടെ കിബില എങ്ങോട്ടാണ്? കഅബയിലേക്കാണ്. ഈ കഅബ നബിയുടെ ജനനത്തിൻ്റെ 2 മാസം മുമ്പ് ഒരു വ്യക്തി അത് പൊളിക്കാൻ പുറപ്പെട്ടിരുന്നു. ആ വ്യക്തിയെ നമുക്കറിയാം. പക്ഷേ നമുക്കറിയേണ്ടത് അയാൾ ഉപയോഗിച്ച ആനയുടെ പേര് എന്താണ്? കഅബ പൊളിക്കാൻ വന്ന ആനയുടെ പേര്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്: മഹ്മൂദ്, മുൽഹുൻ, അബ്രഹത്ത്, മഹദിൽ. ഇതിൽ ഏതാണ് ആ ആന? ചിന്തിച്ച് ഉത്തരം പറയുക. ബോണസായി 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും 10 പോയിന്റിൻ്റെ ചോദ്യമാണിത്. ഓപ്ഷൻസ്: യെസ്. മഹ്മൂദ്, മുൽഹുൻ,
അബ്രഹത്ത്, മഹ്ദീൻ. അബ്രഹത്ത്. അബ്രഹത്ത് ലോക്ക് ചെയ്യാം. യെസ്. ഓക്കെ, ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഉത്തരം തെറ്റാണ്. അബ്രഹത്ത് എന്ന ഉത്തരം തെറ്റാണ്. ഇപ്പോൾ ചോദ്യം നമുക്ക് അടുത്ത ടീമിലേക്ക് കൈമാറാം. ടീം അറഫ, ചോദ്യം ശ്രദ്ധിച്ചിരുന്നോ? യെസ്. എന്തായിരുന്നു ചോദ്യം? മക്ക വിളിക്കാൻ വേണ്ടി ശ്രമിച്ച അവൻ ആനയുടെ പേര്. ആനയുടെ പേര്. ഓപ്ഷൻസ് ശ്രദ്ധിച്ചിരുന്നോ? യെസ്. എങ്കിൽ ഏതാണ് ആ ശരിയായ ഉത്തരം? മെഹ്മൂദ്. മഹ്മൂദ്. ലോക്ക് ചെയ്യാം. യെസ്. മഹ്മൂദ് ഉത്തരം ശരിയാണ്. ടീം അറഫക്കും 5 പോയിന്റ് ബോണസായി ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ ടീം മറവയോട് പറഞ്ഞതുപോലെ തന്നെ അടുത്ത നിങ്ങളോടുള്ള ചോദ്യത്തിന് 10 പോയിന്റാണ് ലഭിക്കുക. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്. ചോദ്യം നേരിടാൻ തയ്യാറാണ്? യെസ്. നമുക്കറിയാം, നന്മ ചെയ്യുന്നവർക്ക് സ്വർഗവും തിന്മ ചെയ്യുന്നവർക്ക് നരകവുമാണ് ലഭിക്കുന്നത്. സ്വർഗത്തിൻ്റെ ഒരുപാട് കവാടങ്ങളെക്കുറിച്ച് ഖുർആനിലും ഹദീസിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ നരകത്തിന് എത്ര കവാടങ്ങളുണ്ട്? നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഇതാണ്: 10, 13, 7, 9. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ചിന്തിച്ച് ആലോചിച്ച് ഉത്തരം പറയുക. 9. 9 ലോക്ക് ചെയ്യാം. ആദ്യം പറഞ്ഞത് 9 ആണല്ലോ. ഉത്തരം നോക്കാം. 9 എന്ന ഉത്തരം തെറ്റാണ്. ചോദ്യം നമുക്ക് ടീം മിനയിലേക്ക് കൈമാറാം. മിന, ചോദ്യം ശ്രദ്ധിച്ചിരുന്നോ? യെസ്. എന്തായിരുന്നു ചോദ്യം? ചോദ്യം നരകത്തിന് എത്ര കവാടങ്ങളുണ്ട്? നരകത്തിൻ്റെ കവാടങ്ങൾ എത്ര? ആ ചോദ്യത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ എനിക്ക് തോന്നുന്നു ഉത്തരവും നിങ്ങൾ തന്നെ നൽകുമെന്നാണ്. അറിഷ്വർ? യെസ്. യെസ്. എത്ര കവാടങ്ങളുണ്ട്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക: 10, 13, 7, 9. എത്ര കവാടങ്ങളാണ് നരകത്തിനുള്ളത്? 13. 13. 13 ഉറപ്പാണ്? യെസ്. 9 അവിടെ തെറ്റിയത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിയത്. യെസ്. 13 യെസ്. 13 പറയുന്നത്. ലോക്ക് ചെയ്യാം. യെസ്. ഓക്കെ, ഉത്തരം നമുക്ക് നോക്കാം. ഉത്തരം തെറ്റാണ്. നരകത്തിന് 7 കവാടങ്ങളാണുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനുള്ള മാർക്ക് ക്വിസ് മാസ്റ്റർക്ക് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം, ഈ റൗണ്ടിലെ അടുത്ത ചോദ്യം ടീം മിനയോടാണ്. ടീം മിന, ഈ ചോദ്യം നഷ്ടപ്പെടുത്തിയാൽ 10 മാർക്കാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉത്തരം പറയുക. നമ്മൾ ചില സമയത്ത് സത്യം ചെയ്യാറുണ്ട്. ആരുടെ പേരിലാണ് സത്യം ചെയ്യാറ്? ഉമ്മാൻ്റെ പേരിൽ സത്യം ചെയ്യാറുണ്ട്. പിന്നെ വല്ലാഹി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ അള്ളാഹു ഒരു സത്യം ചെയ്തിട്ടുണ്ട്, ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ്. ഏതാണ് ആ രാജ്യം? അള്ളാഹു ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് സത്യം ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ രാജ്യം? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക: മക്ക, മദീന, ത്വായിഫ്, യമൻ. ഏത് രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാണ് അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നത്? മക്ക. ഇതും തെറ്റിക്കരുത്. ഇല്ല. ലോക്ക് ചെയ്യാം. യെസ്. നോക്കാം. മക്ക ഉത്തരം ശരിയാണ്. മക്കയുടെ പേര് വെച്ചാണ് അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നത്. ഈ റൗണ്ടിലെ സഫയോടുള്ള അടുത്ത ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. യെസ്. കഴിഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയിരുന്നോ? ഇല്ല. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകൽ നിർബന്ധമാണ്. യെസ്. ഓക്കെ. ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു ഓരോ തരത്തിലാണ് പരീക്ഷിച്ചിട്ടുള്ളത്. സുലൈമാൻ നബിയെ സമ്പത്ത് കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്: രോഗം മൂലം പരീക്ഷണത്തിന് വിധേയനായ പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്, ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക: മൂസാ നബി, ഹാറൂൻ നബി, യഹൂബ് നബി, അയ്യൂബ് നബി. അയ്യൂബ് അലൈഹിസ്സലാം. ഉറപ്പാണ്? യെസ്, കോൺഫിഡൻറ്റ്. ലോക്ക് ചെയ്യാം. ഓക്കെ. ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. അയ്യൂബ് നബി ഉത്തരം ശരിയാണ്. ടീം സഫ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം ടീം മിനയോടാണ്. മിന കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല.
നേരത്തെ സഫ ഉത്തരം നൽകിയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഉത്തരം നൽകി. അതുപോലെ ടീം മറുവക്കും അതിന് കഴിയട്ടെ. ചോദ്യം ചോദിക്കാം. യെസ്, ഈ ലോകത്ത് ജനിച്ച മുഴുവൻ ആളുകളും ഒരു പിതൃത്വത്തിൻ്റെ കീഴിലാണ് ജനിച്ചിട്ടുള്ളത്. എന്നാൽ പിതാവില്ലാതെ ജനിച്ച പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കണം. മൂസ നബി, ഈസാ നബി, യഹിയ നബി, യൂസഫ് നബി. ഇതിൽ ആരാണ് പിതാവില്ലാതെ ജനിച്ച പ്രവാചകൻ? ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലോക്ക് ചെയ്യാം. യെസ്. ലോക്ക് ചെയ്താൽ പിന്നെ മാറ്റാൻ പറ്റില്ല. യെസ്. യെസ്, ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം അറഫയോടാണ്. അറഫ, ചോദ്യം നേരിടാൻ തയ്യാറാണ്? യെസ്. യെസ്, ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. അതേപോലെ മക്കയിലെ മുനാഫിക്കുകളെ പോലെ തന്നെ മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിക്കുകളെ നേരിട്ടിട്ടുണ്ട്. ഈ മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവ് ആരാണ്? മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവ് ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. അബൂ ജഹൽ, ഉത്ബത്ത്, ഉബയ്യ് ഇബ്നു സലൂൽ, ഫിർഔൻ. റിപ്പീറ്റ്. അബൂ ജഹൽ, ഉത്ബത്ത്, ഉബയ്യ് ഇബ്നു സലൂൽ, ഫിർഔൻ. ഉബയ്യ് ഇബ്നു സലൂൽ. ഉറപ്പാണ്? യെസ്. ഈ ഉത്തരം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ? നോട്ട് കോൺഫിഡൻറ്റ്. ഉറപ്പായിട്ടും Yes. ശരിയാണ്. നോക്കാം, ലോക്ക് ചെയ്യാം. ഉബയ്യ് ഇബ്നു സലൂൽ. ടീം അറഫയുടെ കോൺഫിഡൻറ്റ് പോലെ തന്നെ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം വിനയോടാണ്. ഈ റൗണ്ടിലെ അവസാന ചോദ്യമാണ്. ശ്രദ്ധിച്ച് ഉത്തരം നൽകുക. ഓരോ പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിൽ മതപ്രബോധനം നടത്തിയിട്ടുണ്ട്. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാം മതപ്രബോധനം നടത്തിയ കാലഘട്ടം എത്ര, അല്ലെ എത്ര വർഷമാണ് നൂഹ് നബി മതപ്രബോധനം നടത്തിയത്? നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഇതാണ്: 975, 1000, 950, 786. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? 950. 950 തെറ്റാണോ എന്ന് സംശയമുണ്ട്. ഇല്ല, 950 തന്നെ. യെസ്, ലോക്ക് ചെയ്യാം. 950 ഉത്തരം ശരിയാണ്. 950 ഉത്തരം ശരിയാണ്. നൂഹ് നബി അലൈഹിസ്സലാം മതപ്രബോധനം നടത്തിയത് 950 വർഷമാണ്. മുസാബക്ക റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം. സവാൽ ജവാബ് ദ ഹോളി മെഗാ ക്വിസിന്റെ രണ്ടാമത്തെ റൗണ്ട് മുനാക്കശയുടെ ആരംഭിക്കുന്നു. മുനാക്കശ റൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4 വിഭാഗങ്ങൾ തന്നിരിക്കും. ആ വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരിക്കും ചോദിക്കുക. അപ്പോൾ മോണിറ്റർ ശ്രദ്ധിക്കുക. ഖുർആൻ, കർമ്മശാസ്ത്രം, ചരിത്രം, ആനുകാലികം എന്നീ 4 വിഭാഗങ്ങൾ അവിടെ കാണുന്നുണ്ട്. ആ വിഭാഗത്തിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യ ചോദ്യം ടീം സഫയോടാണ്. ടീം സഫ, മോണിറ്റർ ശ്രദ്ധിക്കുക. ചരിത്രം, ഖുർആൻ, ആനുകാലികം, കർമ്മശാസ്ത്രം. ആനുകാലികം. ടീം സഫ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആനുകാലികം എന്ന വിഷയമാണ്. ചോദ്യം ചോദിക്കാം. യെസ്, ഈ അടുത്ത കാലത്ത് അന്തരിച്ച സൗദി കിരീടാവകാശി ആരാണ്? സൗദി അറേബ്യയുടെ കിരീടാവകാശി ഈ അടുത്ത കാലത്ത് അന്തരിച്ചിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? നായിഫ് ഇബ്നു അബ്ദുൽ അസീസ് അൽ സൗദി. ഉത്തരം ശരിയാണ്. സുൽത്താൻ ബിൻ നായിഫ്. സുൽത്താൻ ബിൻ നായിഫാണ് ഈ അടുത്ത കാലത്ത് അന്തരിച്ച സൗദി കിരീടാവകാശി. അടുത്ത ചോദ്യം ടീം മർവയോടാണ്. ടീം മർവ, മോണിറ്റർ ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്നും ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ആനുകാലികം. ആനുകാലികവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ടീം മർവയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഇസ്ലാം സ്വീകരിച്ച യൂസുഫുൽ ഇസ്ലാമിൻ്റെ മുൻ നാമം. ഇസ്ലാം സ്വീകരിച്ച യൂസുഫുൽ ഇസ്ലാമിൻ്റെ
മുൻ നാമം? ശ്രദ്ധിച്ച് ഉത്തരം പറയുക. അറിയില്ല. ഉത്തരം അറിയില്ല. കാൾ സ്റ്റീവൻസൺ ആണ് ശരിയായ ഉത്തരം. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യം ടീം അറഫയോടാണ്. ടീം അറഫ, ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? മോണിറ്റർ ശ്രദ്ധിക്കുക ആദ്യം. ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ആനുകാലികം. ആനുകാലികവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ടീം അറഫയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പേര് എന്താണ്? ഷെയ്ഖ് ഹസീന. ഉറപ്പാണ്? ഓക്കെ, ഉത്തരം ശരിയാണ്, ഷെയ്ഖ് ഹസീന. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം മിനയോടാണ്. ടീം മിന, ഏത് വിഭാഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? തന്നിരിക്കുന്ന വിഭാഗത്തിൽ നിന്ന് ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഖുർആൻ. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ടീം മിന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഖുർആനിലെ എത്ര അധ്യായങ്ങളാണ് മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? 79. 79. ഉത്തരം തെറ്റാണ്. 22 അധ്യായങ്ങളാണ് മദീനയിൽ അവതരിച്ചിട്ടുള്ളത്. ഇതോടുകൂടി മുനാഖഷ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം. സവാൽ ജവാബ് ദ ഹോളി മെഗാ ക്വിസിന്റെ മൂന്നാമത്തെ റൗണ്ട് മുസാഅലയുടെ ആരംഭിക്കുന്നു. മുസാഅല റൗണ്ടിന്റെ പ്രത്യേകത നമുക്കറിയാം. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ മോണിറ്ററിൽ പ്രദർശിപ്പിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ അതിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ സംഖ്യയുടെ പിന്നിൽ ഒരു ചിത്രം ഒളിഞ്ഞിരിക്കും. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുക. എല്ലാ ടീമംഗങ്ങളും റെഡിയല്ലേ? യെസ്. മുസാഅല റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം സഫയോടാണ്. ടീം സഫ, മോണിറ്റർ ശ്രദ്ധിക്കുക. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ നിങ്ങൾ ഏത് സംഖ്യയാണ് തിരഞ്ഞെടുക്കുന്നത്? 3. എന്താണ് 3യുടെ പിന്നിലുള്ള ചിത്രമെന്ന് നമുക്ക് നോക്കാം. ചിത്രം മനസ്സിലായോ? യെസ്. എന്താണത്? ഒട്ടകം. ഒട്ടകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ഒട്ടകം ഒരു പ്രവാചകന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ഏതാണ് ആ പ്രവാചകൻ? സ്വാലിഹ് അലൈഹിസ്സലാം. സ്വാലിഹ് അലൈഹിസ്സലാമാണ് ഉത്തരമായി പറഞ്ഞിരിക്കുന്നത്. ഉത്തരം തെറ്റാണെങ്കിൽ? നോ, കോൺഫിഡൻറ്റ്. ഉത്തരം ശരിയാണ്. ഉറപ്പാണ്? യെസ്. ടീം സഫയുടെ ഉത്തരം ശരിയാണ്. സ്വാലിഹ് നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഒട്ടകത്തെ ഖുർആൻ പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യം ടീം മർവയോടാണ്. ടീം മർവ, മോണിറ്റർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് സംഖ്യയാണ് തിരഞ്ഞെടുക്കുന്നത്? 7. നമ്പർ 7 ആണ് ടീം മർവ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് 7ന് പിന്നിലുള്ള ചിത്രമെന്ന് നമുക്ക് പരിശോധിക്കാം. ചിത്രം മനസ്സിലായോ? യെസ്. എന്താണ്? ഈച്ച. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: ഈച്ചയെ ഏത് പദം ഉപയോഗിച്ചാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയത്? ഖുർആൻ ഏത് പദമാണ് ഈച്ചയ്ക്ക് ഉപയോഗിച്ചത്? ദുബാബ്. ദുബാബ്. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം അറഫയോടാണ്. ടീം അറഫ, മോണിറ്റർ ശ്രദ്ധിക്കുക. ഏത് സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? 1 എന്ന സംഖ്യയാണ് ടീം അറഫ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് 1ന് പിന്നിലുള്ള ചിത്രമെന്ന് നമുക്ക് നോക്കാം. എന്താന്ന് മനസ്സിലായോ? എന്താണ്? മത്സ്യമാണ്. മത്സ്യത്തെ 2 വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ 2 വ്യത്യസ്ത പദങ്ങൾ? സമക്കുൻ, നീനുൻ. ടീം അറഫയുടെ ഉത്തരം തെറ്റാണ്.
ഹൂത്ത്, നൂൻ എന്നീ 2 പദങ്ങളാണ് മത്സ്യങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ടീം വിനയോടാണ്. ഏത് സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? 5. എന്താണ് 5-ന് പിന്നിലുള്ള ചിത്രമെന്ന് നമുക്ക് പരിശോധിക്കാം. ചിത്രം മനസ്സിലായോ? എന്താണ്? കൈ. കൈ. കൈ എന്ന പദം എത്ര തവണ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്? കൈയുടെ അറബി പദമാണ് ഉദ്ദേശിച്ചത്. എത്ര തവണയാണ് ഖുർആനിൽ പരാമർശിച്ചത്? 4. 4. ഉത്തരം അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ? അല്ല. അല്ല, അറിയാതെ പറഞ്ഞ ഉത്തരം തെറ്റാണ്. 33 ശരിയായ ഉത്തരം. ഇതോടുകൂടി മുസാഅല റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം. സവാൽ ജവാബ് ദ ഹോളി മെഗാ ക്വിസിന്റെ അവസാനത്തെ റൗണ്ട് മുഫാജക ഇവിടെ ആരംഭിക്കുന്നു. ഈ റൗണ്ടിൽ ഓരോ ടീമിനോടും 5 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഉത്തരം പറയാനുള്ള സമയം വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. 3 സെക്കൻഡാണ്. 3 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നിങ്ങളുടെ വിധി നിർണയിച്ചേക്കാവുന്ന ഒരു റൗണ്ടാണിത്. 5 ചോദ്യത്തിനും ഉത്തരം നൽകിയാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാം. ആദ്യ ചോദ്യം ടീം സഫയോടാണ്. ടീം സഫ 5 ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറാണോ? യെസ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ആരംഭിക്കാം. പ്രവാചകന്മാരുടെ ആത്മീയ നേതാവ് ആരാണ്? ഈസാ നബി അലൈഹി സ്വലാം. ഉത്തരം തെറ്റാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് പ്രവാചകന്മാരുടെ ആത്മീയ നേതാവ്. അടുത്ത ചോദ്യം, മരിക്കാതെ ഇന്നും ജീവിക്കുന്ന പ്രവാചകൻ ആരാണ്? ഈസാ നബി അലൈഹിസ്സലാം. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം, ജാലൂത്തിനെ വധിച്ചത് ആര്? ദാവൂദ് അലൈഹിസ്സലാം. ഉത്തരം ശരിയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എത്ര? 100. ഉത്തരം തെറ്റാണ്. 99. ആദ്യമായി ഹദീസ് ക്രോഡീകരിച്ച വ്യക്തി ആരാണ്? സെയ്ദ് ബിൻ ടൈം ഔട്ട്. ഇബ്നു ഷിഹാബ് സുഹരി. മുഫാജഹ റൗണ്ടിലെ അടുത്ത ചോദ്യങ്ങൾ ടീം മർവയോടാണ്. ടീം മർവ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. അമ്മാർ ഇബ്നു യാസറിന്റെ മാതാവ് സുമയ്യ ബീവിയെ വധിച്ചതാര്? ഉദ്ബ. ഉത്തരം തെറ്റാണ്. അബൂ ജഹൽ. നബിയുടെ 1-ാം ഉടമ്പടിയിൽ എത്ര അൻസാരികൾ? 17. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. 12 ശരിയായ ഉത്തരം. ഖന്തക്ക് കിടങ്ങ് കുഴിക്കാൻ നബിക്ക് മാർഗനിർദ്ദേശം നൽകിയ സ്വഹാബി ആരാണ്? സൽമാൻ റളിയല്ലാഹു അൻഹു. ഉത്തരം ശരിയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം? ഉഹദ്. ഉത്തരം ശരിയാണ്. ഖദീജ ബീവിയും അബൂ ത്വാലിബും മരണമടഞ്ഞ വർഷത്തിന്റെ പ്രത്യേക നാമം? ദുഃഖവർഷം. ഉത്തരം ശരിയാണ്. അറബിയിൽ ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യങ്ങൾ ടീം അറഫയോടാണ്. ടീം അറഫ, ഈ റൗണ്ടിലെ 5 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാറാണോ? യെസ്. കഅബക്ക് ചുറ്റും പള്ളി നിർമ്മിച്ചത് ആരാണ്? ടൈം ഔട്ട്. ഉമർ ബിൻ ഖത്താബ്. ഇസ്ലാമിൽ ജയിൽ സമ്പ്രദായം ഏർപ്പെടുത്തിയത് ആര്? അലിയല്ലാഹു അൻഹു. ഉത്തരം ശരിയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് കിബില മാറ്റിയത് എന്ന്? ഹിജറ 2-ാം വർഷം. ഉത്തരം ശരിയാണ്. സത്യനിഷേധികൾക്കിടയിൽ ആദ്യമായി ഖുർആൻ പാരായണം നടത്തിയ സ്വഹാബി? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉത്തരം തെറ്റാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്. നിങ്ങളുടെ ഈ റൗണ്ടിലെ അവസാന ചോദ്യം, അനധികൃതമായി ജയിലിൽ അടക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? യൂസഫ് നബി അലൈഹി സ്വലാം. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിലെ അവസാന ചോദ്യങ്ങൾ ചോദിക്കുന്നത് ടീം മിനയോടാണ്. ടീം മിന, മുത്തബിയു സുന്ന എന്നറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? അബ്ദുല്ലാഹ് ബിൻ ഉമർ. ഉത്തരം ശരിയാണ്. നബിയുടെ 2 പുത്രിമാരെ വിവാഹം കഴിച്ച ഖലീഫ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉത്തരം ശരിയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശ്വോത്തര പണ്ഡിതൻ? ഇമാം അസ്സാലി റളിയല്ലാഹു. ഉത്തരം ശരിയാണ്. നബിയുടെ മാതാവ് ഏത് കുടുംബമാണ്? ഹാഷിം കുടുംബം. ഉത്തരം തെറ്റാണ്. ബനു സുഹ്റ. മൈസൂർ സിംഹം ആര്? ടിപ്പു സുൽത്താൻ. ഉത്തരം ശരിയാണ്. ഇതോടുകൂടി സവാൽ ജവാബ് ദ ഹോളി മെഗാ ക്വിസിന്റെ 4 റൗണ്ടുകളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നമുക്ക് മുന്നിലുള്ളത് മത്സരാർത്ഥികളുടെ സ്കോറിംഗ് നിലയാണ്. അതിനു മുൻപായി സവാൽ ജവാബ് ദ ഹോളി മെഗാ ക്വിസിൽ പ്രേക്ഷകർക്കായി എല്ലാ ആഴ്ചകളിലും ചോദ്യമുണ്ട്. ഈ ആഴ്ചയിലെ പ്രേക്ഷകർക്കുള്ള ചോദ്യം ശ്രദ്ധിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ ആരാണ്? SMS അയക്കേണ്ട ഫോർമാറ്റ് SJ സ്പേസ് നിങ്ങളുടെ ഉത്തരം. SMS അയക്കേണ്ട നമ്പർ
9745558666. ഇനി നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളുടെ സ്കോറിംഗ് നില അറിയാം. സഫ സ്റ്റാൻഡിലുള്ള ദാറുൽ ഉലൂം ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് തൂതയിലെ കുട്ടികളാണ് 60 പോയിന്റ് നേടിയിരിക്കുന്നത്. മർവ സ്റ്റാൻഡിലുള്ള PMSA ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് കാട്ടിലങ്ങാടി 55 പോയിന്റ് നേടിയിരിക്കുന്നു. അറഫ സ്റ്റാൻഡിലുള്ള മിഫ്താഹുൽ ഹുദ മദ്രസ ചുങ്കത്തറ 55 പോയിന്റ് നേടിയിരിക്കുന്നു. മിന സ്റ്റാൻഡിലുള്ള മജ്മു ശരിയത്ത് ആൻഡ് ആർട്സ് കോളേജ് കാവന്നൂർ 60 പോയിന്റ് നേടിയിരിക്കുന്നു. ആരും നിരാശപ്പെടേണ്ടതില്ല. അടുത്ത റൗണ്ടിൽ കൂടുതൽ മാർക്കുകൾ നേടിക്കൊണ്ട് മുന്നോട്ട് പോവാം. സവാൽ ജവാബ് ദ ഹോളി മെഗാ ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. സലാം.